ജൂനിയറിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നല്ല ലൈവ്ലി ആയിരുന്നു, നല്ല ബബ്ലി ആയിരുന്നു. പാട്ടിനനുസരിച്ച് എൻ്റെ ആ ഉള്ള ഒരു പോസ് ഒക്കെ ഭയങ്കര നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാനായിട്ട് ഏതായാലും കറക്റ്റ് ചോയ്സ് സോങ് ഫോർ യുവർ വോയിസ്. വളരെ പ്രത്യേക ടോണുള്ള വോയിസ്. ഓക്കെ, Welcome back to Superstar Junior, co-presented by Nandanam. Okay. And now we welcome our next contestant, Christy. The first contestant is Ritika. സുഖം. Ritika. ഫുൾ ഓൺ പവറിലാണ് വന്നിരിക്കുന്നത്. നന്നായി പെർഫോം ചെയ്യാം. സൂപ്പർ അല്ലേ? അതെ, നല്ല സ്മാർട്ട് ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് റൗണ്ട് സെലക്ട് ചെയ്യാം അല്ലേ? Round. എന്ത് ഞാനിവിടെ പറഞ്ഞോണ്ടിരിക്കുന്ന നമ്മളെ ഡോണ്ട് ഇന്ററപ്റ്റ്. ഓക്കെ, ഡോണ്ട് ഇന്ററപ്റ്റ്. ഓക്കെ, സൂപ്പർ ഡ്രസ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ സൂപ്പർ ആയിട്ട് പാടണം. അപ്പൊ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഓക്കെ, സൂപ്പർ പാട്ടാണ്. ജഡ്ജസിനെ കുറിച്ച് ചോദിക്കാല്ലേ, എങ്ങനെയുണ്ട് ഈ പാട്ട് സെലക്ട് ചെയ്ത്? എങ്ങനെയാണ്? എറണാകുളത്തുള്ള വിദ്യ എന്ന് പറഞ്ഞ ആന്റിക്കും പിന്നെ വിദ്യാനിക്ക് വേണ്ടി ഞങ്ങൾ സൂപ്പർസ്റ്റാർ ജൂനിയറിന്റെ സോങ് പാടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, പഠിച്ചു പൊളിക്കൂ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ചെറുതായിട്ട് ആക്ട് ചെയ്യണം. പാട്ടൊക്കെ ഞങ്ങൾ കറക്റ്റ് സമയം തന്നെയാണല്ലോ. അതെ, ഒന്ന് മാറി നിന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ മാത്രമല്ല, അവിടെ നോക്കൂ. അതുകൊണ്ടാണ് ദൈവമേ അവിടെ സമാധാനായി. വെരി നൈസ്. എന്താണ് ഇവിടെ കീബോർഡൊക്കെ വായിച്ചു പറഞ്ഞാൽ ഇവനാണ് ഈ മൊത്തം പ്ലാൻ ഉണ്ടാക്കിയത്. ഒരു പിടുത്തൂല. ഞങ്ങൾ അവിടെ ഇവര് മൂന്നുപേരാ. ഓക്കെ, അപ്പൊ ഒരു പണിയാം. അത് നീ, ഇത് ഇവള്, നീ കണ്ടസ്റ്റന്റ്. നീ ആരാണ്? നീ ആരാ? വിജയ ചേട്ടാ, അവിടെ ഇരുന്നിട്ടേ മറ്റേ നമ്മുടെ ശ്രീനന്ദ് പറയണേ വിജയ എന്നൊക്കെ. ഞാൻ കേട്ടു. ഇവിടെ നോക്കടാ. അല്ല വിജയ ചേട്ടാ, ഇവിടെ ഇരുന്നിട്ടേ നമ്മുടെ സൗഭഗി എന്നൊക്കെ സുചി എന്താ എന്നൊക്കെ. സുചി ഇതായിരിക്കും അല്ലേ? സുചിയുടെ ശരിയല്ലേ? കൊള്ളാം കേട്ടോ. അപ്പൊ ഇവരെന്താ ചെയ്യേണ്ട? എന്താ ചെയ്യേണ്ട? ഇവര് പറഞ്ഞ പോലെ നമുക്ക് ഇവരെ സ്റ്റേജിൽ നിർത്തിയിട്ട് കുറച്ച് നേരം അല്ല, നമുക്കൊരു പണി, നമുക്കൊരു ചെമ്പെടുത്ത് വെള്ളം ചൂടാക്കാം. എന്നിട്ട് ഇവരെയൊക്കെ ഒന്ന് പുഴുങ്ങി നീ പോകരുത്. എന്റെ പേരെന്താന്ന് പറഞ്ഞ? അതെ, ഒരു എക്സലോട്ട് വരും. നമ്മൾ 5 മിനിറ്റ് മാറിയപ്പോ ഇവരൊക്കെ കൂടി ആകെ ഏറ്റെടുത്തപ്പോഴേ നമ്മളിപ്പോ എന്താ പറയുന്നത് കംപ്ലീറ്റ് കൊളയും. നിന്റെ ഇംഗ്ലീഷ് എന്തായാലും പടരുന്നുണ്ട്. അപ്പൊ എനിക്ക് വീണ്ടും എന്താ പറയാ തെളിയിച്ചുകൊണ്ടിരിക്കാൻ ഇവര് ഇത്രയുള്ളവരുണ്ടല്ലോ. പാട്ടും പോലെ തന്നെ ഇവരുടെ വികൃതികളും ഒരു രക്ഷയില്ല. വാശിയേറിയ സൂപ്പർസ്റ്റാർ ജൂനിയറിന്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ തുടങ്ങുന്നു. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സ്പെഷ്യൽ റിക്വസ്റ്റ് എന്താ പറഞ്ഞു? ബോംബ്ലാസ്റ്റിക്, മാർവലസ്, ഫാന്റാസ്റ്റിക്, ഇത്രയൊക്കെ മതിയോ? ഇനി വേണോ? ഏത് റൗണ്ടാ?
A.R. Rahman hits. Okay. ഇത് പാട്ടാ A.R. Rahman hits. എനിക്ക് വയ്യ. അടിപൊളിയായിട്ട് പാടാൻ പോവാണല്ലേ? പ്രാക്ടീസ് ഒക്കെ ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് പെർഫോം ചെയ്യാം. ഓക്കെ then. Okay, അപ്പോ all the very best മോളെ. നടക്കൂ. മഴയുടെ ഏകാന്ത സംഗീതമാ മൃദുപദമോടെ മധുമന്ത്രമോ നരികിൽ വന്നുവെന്നോ ഗലഗലവിന പറഞ്ഞ പോലെ കാരണം വാട്ട് എ ലവ്ലി കമ്പോസിഷൻ നമുക്ക് ആദ്യം മാർക്സ് അറിയാം. അതിനു മുമ്പേ നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം സിറ്റിയിലുള്ള 16 സ്കൂളുകളിൽ നിന്നും വന്ന സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സിലെ കുറേ കുട്ടികൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഹലോ. അപ്പൊ നമുക്ക് ഇനി മാർക്ക് അറിയാം. ഈ പാട്ട് എനിക്ക് നല്ലോണം അറിയാം. കാരണം ഞാനൊരു ദാസേട്ടൻ്റെ ഒരു കാസറ്റിലേക്ക് സീഡിയിലേക്ക് ഒരു വേർഷൻ ഞാൻ പാടിയിട്ടുണ്ട്. ദാസേട്ടൻ്റെ കേട്ടാണോ പാടിയത്? ഭയങ്കരമായിരുന്നു ഒരു ആ ഒരു എക്സ്പീരിയൻസ്. മാത്രമേ ഉള്ളൂ ഈ പാട്ട്. കാരണം താഴെ മേലെ എല്ലാം ഇങ്ങനെ ആ വോയിസ് താഴെ കിടക്കുമ്പോഴേ ഹെഡ്ഫോണിലാണ് RR സ്റ്റുഡിയോയില് ഇങ്ങനെ കിടക്കുന്ന ശബ്ദം. നമ്മളവിടെ പാടുമ്പോൾ കാറ്റ് പറക്ക. അങ്ങനത്തെ ഒരു സോങ് സെലക്ട് ചെയ്ത് പാടാൻ കാണിച്ച ഒരു ഗട്ട്സ് ആണ് ശരിക്കും. അതെ, ക്രിസ്റ്റിക്ക് ഒരു ഗുണമുണ്ട്. ക്രിസ്റ്റിയുടെ വോയിസ് നല്ലൊരു വോയിസ് ആണ്. ഈ വോയിസിലും നല്ലൊരു ബേസ് ഒക്കെ ഉള്ളൊരു വോയിസ് ആണ്. അത് സോങ് സെലക്ഷൻ നല്ലതായിരുന്നു. പക്ഷെ ക്രിസ്റ്റി പേടിച്ചു. എന്തിനാ ഇത്രയും പേടിക്കണേന്ന് അറിയില്ല. ഇപ്പൊ എത്ര പാട്ടാ ഇവിടെ പാടണു. ക്രിസ്റ്റിക്ക് പാടാൻ പറ്റുമെന്ന് എനിക്കറിയാം. ക്രിസ്റ്റിക്ക് ഈ പാട്ട് ഇതിലും നല്ലോണം നല്ലായിരുന്നു. പല പേടിച്ചെങ്കിലും തുപ്പലും വേങ്ങിയൊക്കെ പാടിയെങ്കിലും പാടി ഫലിപ്പിച്ചു. ചലനത്തിൽ കുറെ ആ കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെ അതൊക്കെ ഇത്രയും ഒരു എന്താ പറഞ്ഞേ അതൊക്കെ ഇത്രയും ഭയങ്കര ഒരു ഗമകം പോലെയൊക്കെ വന്ന് ഞാൻ പതുക്കെ ഇങ്ങനെ നോക്കുമ്പോ അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു. ചേട്ടന് സ്ട്രെസ് മുഴുവൻ പാവം ഇയാള്. പക്ഷെ ഒരു കാര്യം ക്രിസ്റ്റി എന്താണ് പറഞ്ഞേ, പാടിയത് യു എൻജോയ് ഡെഫിനറ്റ്ലി. അത് പേടിയുണ്ടെങ്കിൽ എൻജോയ് ഉണ്ടായിരുന്നു. പിന്നെ ആ സൈഡിലേക്ക് നോക്കിയാണ് പാടിയത്. ഞങ്ങൾക്ക് വേണ്ടിയല്ല പാടിയത്, അവർക്ക് വേണ്ടിയാണ് പാടിയത്. ഈ ചേച്ചിമാരെ പുതുതായി കണ്ടിട്ടാണോ അവർക്ക് വേണ്ടി പാടിയത്? ഞാൻ വിചാരിച്ചു ഞാൻ വരത്തുള്ള റെസ്പെക്ട് കൊണ്ടാണ് അവർക്ക് വേണ്ടി പാടിയെന്ന്. ഇനി ബെറ്റർ ആക്കാം, 2 ചരണം ബെറ്റർ ആക്കാം. ആ ഒരു സംഗതി മാത്രം ഒന്നും കൂടെ പാടും. ഇപ്പൊ പേടിക്കണ്ടല്ലോ.
കൊടുക്കണ്ട മോനെ, ഈസി ആയിട്ട് പാടാവുന്ന ഒരു സംഗതിയാണ്. അത് മോൻ മൈക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ വീട്ടില്? അത് തുടങ്ങണം, ഡെഫിനറ്റ് ആണത്. കാരണം ഒരു കാര്യം ഇങ്ങനെ നമ്മൾ പാടുന്നത് മൈക്ക് പ്രാക്ടീസ് ഇല്ലാഞ്ഞിട്ടാണ്. കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ പാടുമ്പോൾ മോനെ ഇത് ക്ലീൻ ആയിട്ട് ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പാടാൻ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും പാടുന്നത്. നമ്മൾ മൈക്കിൽ പാടുമ്പോൾ നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ വേറൊരു, എനിക്കിപ്പോഴും ഞാനത് പഠിച്ചിട്ടില്ല, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഈ മോണിറ്റേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ സ്പീക്കറിൽ വരുമ്പോൾ എനിക്ക് ഡിഫിക്കൽട്ടാണ് പാടാൻ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ ആൾക്കാർക്ക് അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറേ നാളെടുക്കും. അപ്പോൾ വീട്ടിൽ മൈക്ക് വെച്ച് സ്പീക്കറിൽ പ്രാക്ടീസ് ചെയ്യണം ഭയങ്കര നല്ലതാണ്. അങ്ങനെ കോമ്പറ്റീഷനൊക്കെ വരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, സ്റ്റേജിൽ പാടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ കേട്ടാ, അത് അച്ഛൻ അതിന് ഒന്ന് ശ്രമിക്കുക. അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതിലും നല്ലോണം പാടും. മോശമായി ഒരിക്കലും പറഞ്ഞ കാരണം. ഹായ് ക്രിസ്റ്റി, എനിക്കും ഈ പാട്ട് ദാസേട്ടന്റെ ശബ്ദം വരുമ്പോഴാണ് എനിക്ക് ഈ പാട്ടിനോട്, ഞാനും ഒരു ചോയ്സ് ഓഫ് സോങ് രവീന്ദ്ര മാസ്റ്റർ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ളതല്ല, എനിക്ക് ദാസേട്ടൻ പാടി വെച്ചിട്ടുള്ള ഞാൻ സ്റ്റേജിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ പാട്ട് കുറെ കേട്ടിട്ടുള്ളതുണ്ട്. ക്രിസ്റ്റി പാടിയത് ഭയങ്കര മെക്കാനിക്കലായി പാടി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് ക്രിസ്റ്റി പാടിയത് ഭയങ്കര മെക്കാനിക്കലായി പാടി കഴിഞ്ഞാൽ ഒന്നുകൂടി ഈ പാട്ട് നന്നായിട്ട് പാടും. ആ പാട്ടിന്റെ അതേ ഫീല് കുറച്ചും കൂടെ ഇമോഷണൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആ വടി കുമാരി പാടിയ ഫീലിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ പറ്റും കേട്ടോ. അല്ലാത്ത പക്ഷം താലത്തില് വെരി ടാലന്റഡ് ബോയ്. പിന്നെ നേരത്തെ ചേച്ചി പറയണതിന്റെ ഫോളോ അപ്പ് ആണ്, ഇതിന്റെ വോയിസിന് വലിയ നല്ലൊരു ഖനം വെക്കും ഇതിന്റെ ഒരു പ്രായം എത്തുമ്പോൾ. അതായത് നീ ഒരു 16-17 വയസ്സെത്തുമ്പോൾ നിന്റെ വോയിസിന് നല്ലൊരു ലൈവ്ലി ആയിരുന്നു, നല്ല ബബ്ലി ആയിരുന്നു, പാട്ടിനനുസരിച്ച് പാട്ടുകൾ കൊണ്ടുവരാൻ ടെൻഷൻ അടിക്കണ്ട. നീ മൈക്ക് വെച്ച് അവസാനം നീ എവിടെ നിന്നറിയോ? നീ നിന്റെ ഫസ്റ്റ് ചരണം കഴിഞ്ഞപ്പോൾ നീ അവിടെ നോക്കണം. നീ ഇത്ര ഇങ്ങനെ നിന്ന ആള് ഇങ്ങനെ ആയിരിക്കും. പിന്നെ ഞാൻ ചേച്ചി ചേച്ചിയെടുത്ത് പറഞ്ഞു മിക്കവാറും രണ്ടാമത്തെ ചരണം കഴിയുമ്പോൾ ഇങ്ങനെയാവും അങ്ങനെ നിന്നത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണേ. ഞങ്ങളെ പേടിച്ചിട്ടാണോ? വിജയൻ ചേട്ടനെ പേടിയാണോ? പേടിയില്ലേ? കോറസ് പറയാൻ വേണ്ടിയിട്ടാണോ? കോറസ് ഇപ്പൊ അവിടെ ഇറങ്ങി അവൻ അങ്ങോട്ട് തിരിയോ? ടെൻഷൻ അടിക്കണ്ട, ആള് പാടിക്കോളും. ഇനി വല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ പൗലോസേട്ടൻ വന്ന് ഇവിടെ ഡാൻസ് കളിക്കും. വെരി ബെസ്റ്റ്. നല്ല പാട്ടെടുത്ത് നമ്മളെ ഒന്ന് പേടിപ്പിക്കും. ഓക്കെ, കൂടുതൽ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആ പേടി ഒന്ന് മാറ്റിയാൽ വെറുതെ ടെൻഷൻ അടിച്ച് വെറുതെ കൂടുതലൊരു സംഗതിക്ക് എന്താ കറിയലായിരുന്നു. അത് വേണ്ട. ഈ സിമ്പിളാണ്. മെലോ വളരെ ഒരു ഇമോഷണൽ സോങ് ആണിത്. അപ്പൊ അത് രവീന്ദ്ര മാഷ് സംഗതി അതിലുണ്ടെങ്കിൽ കേട്ടല്ലേ? അപ്പൊ അതില് ഋതിക, I like you so much. ഭയങ്കര ഇഷ്ടം. നന്നായിട്ട് നീ പാടി കേട്ടോ. നല്ല പാട്ടിന് എല്ലാവരും ഫേവറേറ്റ് പാട്ടാണ്. എന്റെയും ഭയങ്കര ഫേവറേറ്റ് പാട്ടാണ്. എപ്പോഴും കേൾക്കുമ്പോൾ എനർജി ലെവൽ അങ്ങോട്ട് കൂടും കേൾക്കുമ്പോ. കാരണം അതിൽ ചെറിയൊരു കോൺസെർട്ടോ ഒതുക്കണം പക്ഷെ പ്രോപ്പർ ഇന്ത്യൻ രാഗമാണ്. അപ്പൊ വെസ്റ്റേൺ മ്യൂസിഷ്യൻസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വായിക്കാൻ. നമ്മളിങ്ങനെ വായിച്ചോണ്ടിരിക്കുന്നത് കുറച്ചു നേരം ഹെഡ്ഫോൺ വെച്ച് കേട്ട് പിച്ച് ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നീ മാക്സിമം നീ നിന്റെ നീതി പുലർത്തി പിച്ചിനോടുള്ളത്. പിന്നെ ഞാൻ എടുത്ത് മൊത്തം ആംബിയന്റ് കേൾക്കുമ്പോൾ മൊത്തം വോയിസിന്റെ റെസ്പോൺസ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അത് നല്ലൊരു പോസിറ്റീവ് വൈബാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് എ മാജിക് ഇൻ യുവർ വോയിസ്. അത് കീപ് ഇറ്റ് അപ്പ്, നന്നായി ഡെവലപ്പ് ചെയ്യുക. ബ്രിങ് ലോട്ട് ഓഫ് ഹാപ്പിനെസ് ടു ലോട്ട് ഓഫ് പീപ്പിൾ. കുറേ ഈ പ്രോഗ്രാം കുറേ പേര് വാച്ച് ചെയ്യുന്നുണ്ട്. വാച്ച് ചെയ്യാവുന്നവർക്കൊക്കെ സന്തോഷം നീ കൊടുക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. അതെ, ടെൻഷൻ ഒന്നും ഇല്ലാതെ ഈ കമന്റ്സ് ഒക്കെ ആലോചിച്ച് വെച്ച് നന്നായി പ്രിപ്പയർ ചെയ്ത് വരാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അതും രോഹൻ സാറിന്റെ ഈ മിക്കവാറും പാട്ടുകൾക്കൊക്കെ ഒരു സോൾ ഉണ്ട്. സ്റ്റീഫൻ പറഞ്ഞ ആ ഒരു ഇറ്റ് ഗിവ്സ് സം കൈൻഡ് ഓഫ് ലൈഫ് ആൻഡ് എനർജി അല്ലേ.
നല്ല ലൈവ്ലി ആയിരുന്നു, നല്ല ബബ്ലി ആയിരുന്നു. ടെക്നിക്കലി വേണമെങ്കിൽ ഏതായാലും correct choice of song for your voice. അവിടെയാണ് when you singing the humming correct ആയി വീണു. ഹമ്മിങ് പാടിയപ്പോൾ കറക്റ്റ് ആയി. ലിറിക്സിന്റെ കൂടെ വന്നപ്പോൾ രണ്ട് പ്രാവശ്യം സ്ലിപ്പ് ആയി ചെറുതായിട്ട്. പക്ഷേ അതർവൈസ് that was only mistake. നമ്മുടെ ക്യൂട്ട് ആയ ഹെന്നിസ ഓടി വരും. അത് ആര് പാടുന്നു ഈ പറഞ്ഞത് സ്റ്റേജിൽ പാടുമ്പോൾ മിസ് ആവും ചിലപ്പോൾ. But you sang the rest of it was beautiful. The finish എല്ലാം was amazing. ഫുള്ളി പിങ്ക് കളറിലാണ്. അടുത്ത ഇനി റഹ്മാൻ സാറിന് I think എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോങ്സ് ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്ന ഒരാളെ ഇനി എന്താണ് കമന്റ് സെലക്ഷൻ big round of applause for that. ഇപ്പോഴത്തെ സെലക്ഷൻ അടിപൊളിയായിട്ടോ. വെരി ഫസ്റ്റ് ഫിലിം ഓഫ് റഹ്മാൻ സർ. നമുക്ക് round select ചെയ്യാം. ഇത് ഇടാ തിരിടാ അങ്ങനെ ആൽബം ഫുൾ ഓരോരോ ഏത് round ആ മോളെ? ഇതിനിടയ്ക്ക് ഞങ്ങളൊക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ പോയിരിക്കുക കടന്നുമായിരിക്കും. ഞാൻ കോറസ് ഒക്കെ പാടിയിരുന്നു. മറ്റേ അത് ഏറ്റവും രസം വെസ്റ്റേൺ കോറസ്. അപ്പൊ അടിപൊളി പാട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡാൻസ് ഒക്കെ ഉണ്ടോ? ആ കുട്ടി ഞങ്ങൾ ഡാൻസ് ഒക്കെ ഉണ്ടോ? ഞാൻ മോഹം കൊണ്ട് പാടി ഞാൻ ചിരിയോടും. ശരിയാ, പാട്ട് കേൾക്കുമ്പോ തന്നെ അറിയണം. മൈക്ക് അങ്ങനെ ഓ അപ്പൊ നമുക്ക് കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം. തുടങ്ങാം. റെഡി? ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പറയുമ്പോ തന്നെ ചിരിക്കാൻ തുടങ്ങി ഇപ്പോഴും. ഭയങ്കര തമാശയായിരുന്നു. മോളെ എന്തൊരു ചോയ്സ് ഓഫ് സോങ്. എന്തൊരു ഈ ബിജു പറഞ്ഞൊരു വാക്ക് കറക്റ്റ് ആണ്. സോ പാഷനറ്റ്. ആ പാട്ട് എടുക്കുമ്പോൾ ആ പാടുന്ന സമയത്ത് ആ പാട്ടിനുള്ള സ്നേഹം അത്ര അറിയുകയും ചെയ്യാം. പിന്നെ ഫോക്കസ് നമ്മൾ പാടുമ്പോൾ ഒരു കോൺസെപ്റ്റ് വേറെ സൈഡിലേക്ക് ആകുമ്പോൾ അവിടെയൊക്കെ നോക്കണം കേട്ടോ. പക്ഷെ ആ ഒരു കോൺസെൻട്രേഷൻ ഇങ്ങനെ ത്രൂ ഔട്ട് നമുക്ക് കാണാം. ആ പാട്ട് നിൽക്കണം എന്നുള്ളത് അത് ഭയങ്കര. ഞാൻ എല്ലാ റൗണ്ടിലും അത് ശ്രദ്ധിക്കാറുണ്ട്. ഇന്നിപ്പോൾ ബിജു പറഞ്ഞപ്പോഴാണ് അത് എടുത്ത് പറയണമെന്ന് തോന്നിയത്. ഒരു സിംഗറിന് ആവശ്യമുള്ള ഒരു കാര്യമാണത്. ഋത്തികയുടെ വോയിസ് ഈ പറഞ്ഞ പോലെ ഒരു അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ലേഡി വോയിസ് അല്ല. ഒരു സ്വീറ്റ് ലേഡി വോയിസ് ഉണ്ട്. വേറെ എന്തൊക്കെയോ ഒരു ടോൺസ് ഉണ്ട് വോയിസ്. അതൊരു പ്ലസ് പോയിന്റ് ആണ് മോളുടെ. കാരണം എല്ലാ ജോണേഴ്സ് ഓഫ് ഇതും പാടാൻ പറ്റിയ വോയിസ് ആണ്. എന്ത് വേണമെങ്കിലും മോൾക്ക് എടുത്ത് പാടാം. അത് അപ്പോൾ ഇതൊക്കെ മോൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇനി ഇങ്ങനെ വയസ്സിലെടുക്കാൻ മുന്നേ എല്ലാ ജോണേഴ്സ് എക്സ്പെരിമെന്റ് ചെയ്യാൻ എല്ലാം ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. അതെ, ഞാൻ മനസ്സിൽ ആലോചിച്ച അതേ കാര്യമാണ്. ഈ വയസ്സിൽ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാമിൽ ഇത്രയും ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഞാനും സ്റ്റീഫനൊക്കെ കുറച്ചുകൂടി ചെറുപ്പമാണ്, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളു. പക്ഷെ അതിനെക്കാട്ടിലും അതും കുറേ വലിയ വലിയ ആൾക്കാരുടെ കൂടെയൊക്കെ വളർന്നു വന്ന് അങ്ങനെ ഈ ഒരു ലെജൻഡായിട്ട് എത്തിയിരിക്കുന്ന ഒരാളുടെ കൂടെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. സോ എൻ്റെ ശുചി ആയതുകൊണ്ട് പറയില്ല. പക്ഷെ അതൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ മോൾക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും. ദാറ്റ് യു ആർ ലേണിംഗ് ഫ്രം ഓൾ ദീസ് എക്സ്പെർട്ടൈസ്. ഇവിടെ തോൽവി വിജയം എന്നുള്ളതല്ല. വിജയ എന്ത് പറഞ്ഞോ? എന്താ ദാസ? വിജയ് ഇപ്പൊ പറഞ്ഞോ? എന്താ ദാസ? എന്തോ ഒരു സംഭവം നടന്നു. ഇനി തൊട്ട് ഞാൻ വിജയനും നീ ദാസനാണ്. വിജയൻ എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് വിജയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോ തോൽവി വിജയം എന്നുള്ള കാര്യമല്ല ഇവിടെ. പക്ഷെ എക്സ്പീരിയൻസ് ഓഫ് ദിസ് പ്ലാറ്റ്ഫോം ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ ഓൾ ഓഫ് യു. ജസ്റ്റ് ടേക്ക് ദാറ്റ് എക്സ്പീരിയൻസ് ആൻഡ് കീപ് ഗ്രോയിങ് ആൻഡ് ഗ്രോയിങ് ആൻഡ് ഗ്രോയിങ്. താങ്ക് യു ജഡ്ജസ്. അടിപൊളി കമന്റ്സ്. ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? പാട്ട് പാടി അടിപൊളിയായിട്ട് പാടി നല്ല കമന്റ്സ് കേട്ടു. ഇനിയിപ്പോ എന്താ പോയിരിക്കാം. അടുത്ത പെർഫോമൻസ് നമ്മളിത് കാണും അല്ലേ? അടിപൊളിയായിട്ട് അടുത്ത പെർഫോമൻസുമായി. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. ക്രിസ്റ്റി പാടിയത് ഭയങ്കര മെക്കാനിക്കലായി പാടി വെച്ചിട്ടുണ്ട്. നല്ല ലൈവ്ലി ആയിരുന്നു, നല്ല ബബ്ലി ആയിരുന്നു. പാട്ടിനനുസരിച്ച് തന്നെ
എൻ്റെ ആ ഉള്ള ഒരു പോസ്റ്റ് ഒക്കെ ഭയങ്കരമായിരുന്നു. അതിനകത്ത് കിട്ടതാണ്. ഒറ്റക്കിട്ടതാ? ശ്ശോ. ഏതായാലും കറക്റ്റ് ചോയ്സ് ഓഫ് സോങ് ഫോർ യുവർ വോയിസ്. മോളുടെ പ്രത്യേക ടോണുള്ള വോയിസ് ആണ്. Welcome back to Superstar Junior, co-presented by Nandanam Sanctuaries. Now we welcome our next contestant, Christy. സുഖം. ഇന്ന് ഫുൾ ഓൺ പവറിലാണ് വന്നിരിക്കുന്നത്. നന്നായി പെർഫോം ചെയ്യാൻ അല്ലേ? അതെ, നല്ല സ്മാർട്ട് ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് റൗണ്ട് സെലക്ട് ചെയ്യാം അല്ലേ? ഓക്കെ. Round. പെർഫോമൻസ് കുറെ ആഡിങ്സ് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. Next page. ആ ഒറിജിനൽ സോങ് എങ്ങനെയാണോ അങ്ങനെ തന്നെ എല്ലാം പാടില്ല. പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്. ട്രിബ്യൂട്ട് ടു ലെജൻഡ്. അപ്പോൾ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാൻ ഓക്കെ. ഏത് ലെജൻഡ് വേണോ? കൊടുക്കാൻ പോകുന്നത്? എന്തായാലും ഹനീസ കലക്കി. നൈസ്, വെരി നൈസ് എനർജി. Really, I think our song really suited you. അപ്പോൾ ഈ പാട്ട് സ്റ്റേറ്റ് അവാർഡ് നല്ലൊരു കിട്ടിയ സെലക്ഷൻ ആയിരുന്നു. For പാട്ടാണ്. your costume പാടണം. Okay? costume also suits you very nice. നല്ല boots അതെ, പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര എറണാകുളത്തുള്ള നന്നായി. അത് നന്നായി. പാട്ടും നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ല ലൈവ്ലി ചേർത്തങ്ങളും ആയിരുന്നു, നല്ല വിദ്യാലയ്ക്ക് ബബ്ലി വേണ്ടി ഞങ്ങൾ ആയിരുന്നു. സൂപ്പർ സ്റ്റാർ ജൂനിയർ പാട്ടിനനുസരിച്ച് തന്നെ രവീന്ദ്ര സാറിന്റെ സോങ് പാടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഭയങ്കരമായിരുന്നു. Okay? കൊള്ളാം. ഓക്കെ. അപ്പോൾ അടിച്ചുപൊളിക്കൂ. All the All the best. best. താങ്ക് യു. ഏഹ് അതിനകത്ത് കിട്ടതാണ്. ഒറ്റക്കിട്ടാ? Sure. എന്തായാലും കൊള്ളാം കേട്ടോ. ഇനി ഒറ്റയ്ക്ക് ഒന്നും ഇടുന്നത് എങ്ങനെ കേട്ടോ. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വെരി നൈസ്. എത്ര വേണം? എത്ര വേണം? എനിക്കറിഞ്ഞൂടാ, സാറിന്റെ ഇഷ്ടം. എന്നാലും ഞാനത് നിന്റെ പാട്ട് പറ. നിനക്ക് എത്ര വേണമെന്ന് പറ. ഞാൻ പറ. 5 4 3 2 മതിയാ? 8 മതിയാ? ഞാൻ കുറച്ചുകൂടി കുറവായിട്ട് തരാനിരിക്കുന്നു. അതിലെ കാര്യമുണ്ട്. 0.5 എങ്കിലും നമുക്ക് ചേട്ടാ നമുക്കൊരു 0.5 എങ്കിലും നമുക്ക് ഈ കോസ്റ്റ്യൂംസിൽ കൊടുക്കണം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് 7.5 ആയിരുന്നു. അപ്പൊ ഇവിടെ ചോദിച്ചത് 8. 8.5. അയ്യോ. Okay, അപ്പോൾ സുധ ചേച്ചി പറയും. ഞാൻ എത്രയും തരണേ? പറ മോള് പറ. സുന്ദരി പെണ്ണ് പറ. ചെന്നാലും മോൾ ഒരു കാര്യത്തിൽ ഡീസൻ്റ് ആണ്. 10 വേണമെന്നൊന്നും പറയുന്നില്ല. 8 മതി. അതിന്റെ ഇടയിൽ അത്രേ ഉള്ളൂ. കേട്ടേ പറയുള്ളൂ. 8 അല്ലെങ്കിൽ 8.5 9 പറഞ്ഞു. 9 പറഞ്ഞു. 9 പറഞ്ഞില്ല. 10 ഇല്ല. മേ ബി കൊച്ചല്ലേ അവളുടെ ആഗ്രഹം. ഹെനിസ ഉഗ്രനായിട്ട് ഈ പാട്ട് പാടി. ഇത് ആരാ ഒറിജിനൽ പാടിയേക്കണേ? കനിക കപൂർ. ഞാൻ പറയാൻ വേണ്ടി വരികയായിരുന്നു, ഇപ്പോഴത്തെ ബോളിവുഡിലെ മോസ്റ്റ് സെൻസേഷണൽ സിംഗർ, പഞ്ചാബി സിംഗറാണ്. പാടിയ അവർക്കൊരു 10-12 പാട്ട് സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. വൺ ഓഫ് ദ മോസ്റ്റ് വാണ്ടഡ് സക്സസ്ഫുൾ സിംഗർ ഫ്രം ബോളിവുഡ്. അതായത് ഇങ്ങനത്തെ ഈ ഹിപ്പ് ഹോപ്പ് ഇതും അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഭാഷ യോയോണിസിനായിരുന്നു ഇടയ്ക്ക് വരിക. ഭാഷ ബോളിവുഡിലെ ഭയങ്കര സെൻസേഷൻ പാട്ടാണ് ഈ സോങ്. അത് ഞാൻ എൻ്റെ കമൻസ് പറയുമ്പോൾ റേഡിയോ മുംബൈ റേഡിയോയിലെ ഏത് റേഡിയോ വെച്ചാലും ഈ സോങ് കേൾക്കുമ്പോൾ പെട്ടെന്ന് അതങ്ങനെ ഓർമ്മ. ഈ സിനിമയിലും അങ്ങനെ തന്നെ റോയ് സിനിമയിൽ കംപ്ലീറ്റ് സോങ്സ് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. സോ കനിക കപൂർ ലൈക്ക് ഭയങ്കര പാട്ടുകാരൊന്നുമല്ല, പക്ഷെ പാടുന്ന പാട്ട് മുഴുവൻ സൂപ്പർ ഹിറ്റ്. ഏതായാലും കറക്റ്റ് ചോയ്സ് ഓഫ് സോങ് ഫോർ യുവർ വോയിസ്. മോളുടെ പ്രത്യേക ടോണുള്ള വോയിസ്. പാട്ടിന് വേണ്ടി മോളുടെ വോയിസ് എടുത്തിട്ട് ആ പാട്ട് എങ്ങനെ ഇരിക്കും അത്ര അതുപോലെ ഇരുന്നു, ഒറിജിനൽ കേൾക്കുന്ന പോലെ. അപ്പോൾ ശിവൻ ചേട്ടാ നമുക്ക് എന്ത് വേണം? എന്ത് വേണം ആദ്യം? കമന്റ്സ് വേണോ? എന്ത് മാർക്ക് ഇതിനെ ഇനിയെങ്കിലും ചാൻസ് എത്ര വേണമെങ്കിൽ തന്നാ മതി. അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു നമ്പർ പറഞ്ഞു. നല്ല മാർക്ക് തരുന്ന എനിക്ക് അറിയാം. ഇത് പറഞ്ഞു തോന്നുന്നു. ഏത്
നീ പറഞ്ഞാ നയനെ പറയുള്ളൂ അല്ലേ? കൊള്ളാലോ നീ. എന്ത് ധിക്കാരം നീ പറഞ്ഞെന്റെ അടുത്ത്. ശരിയായില്ല. അയ്യോ നയൻ. ആഹാ കണ്ടില്ലേ അവളൊക്കെ പറഞ്ഞോട്ട് മാത്രല്ല, ഞാൻ ഓൾറെഡി ആ പാട്ട് കേട്ടപ്പോ എനിക്കിഷ്ടമായി. നീ എന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റൈൽ ഓഫ് സോങ് കൊണ്ടുവന്ന് പാടി, അതിനാണ് നിനക്കിപ്പോ ഇവിടെ വന്ന് ഭയങ്കര ഒരു ക്ലാസിക്കൽ സോങ് വന്ന് നമ്മളെ അടിച്ചിട്ട് വീഴ്ത്താൻ പറ്റില്ല. കാരണം എല്ലാവർക്കും അവരുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി മനസ്സിലായി. അത് നീ കണ്ടറിഞ്ഞ് അങ്ങനത്തെ ഒരു സോങ് കൊടുത്തു. നല്ല അറ്റാർ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. പിന്നെ പാടാൻ മാക്സിമം നീ അതിന്റെ ജസ്റ്റിസ് ചെയ്തു. അതിന്റെ റാപ്പ് ഇടയ്ക്ക് പാടി. കാരണം റാപ്പ് പാടിയത് വേറൊരാളാണ്. അതൊരു അടിപൊളി റാപ്പാണ്. ബോംബെയിലൊക്കെ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്ന റാപ്പാണ്. അതൊക്കെ നീ പാടി. എല്ലാതും 2-3 വാക്കൊക്കെ പോയി. അതൊക്കെ ലൈവ് സംഭവിക്കും. പിന്നെ നീ ഇങ്ങനത്തെ പ്രോഗ്രാം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസും ഇല്ല. ആദ്യമായിട്ട് ഇങ്ങനെ വന്ന് സ്റ്റേജിൽ ലൈറ്റൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു പേടിയും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷെ അതിനൊക്കെ പിടിച്ച് നിർത്തി നീ മാക്സിമം ട്രൈ ചെയ്തു കേട്ടോ. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ മാർക്ക് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ നീ നന്നായിട്ട് പാടുക. ഇൻസ്പയർ എവ്രി വൺ. വീട്ടുകാരൊക്കെ ഇഷ്ടമാണോ? നിന്നെ കണ്ടിട്ട് എന്താ പറഞ്ഞത്? നല്ലതാണെന്ന് പറഞ്ഞോ? ഫ്രണ്ട്സ് കണ്ടിട്ട് എന്താ പറഞ്ഞത്? ഫ്രണ്ട്സ് ഒക്കെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത് സ്കൂളിൽ പോയപ്പോൾ? അത് മനസ്സിലായില്ലേ സ്റ്റീഫൻ ചേട്ടൻ എന്ത് ചോദ്യമാണിത്? ഞാനൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു ഫാൻസ് ആയോ? അല്ല, ഫാൻസ് എന്ന് പറഞ്ഞോണ്ട് നീ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു വന്ന് മോളെ നന്നായിന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നന്നായിന്ന് പറഞ്ഞോ? അതാണ്, അതിനാണ് ഫാൻസ് എന്ന് പറയാ കേട്ടോ. ഇഷ്ടപ്പെടുന്നില്ലേ? ഒരു ഇത് വരും അല്ലേ? അത് ഇത് വലിയതായിട്ട് തലയിൽ കയറ്റുന്നുണ്ട്. ആ ഇത് കേട്ടാ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ 26/30 അല്ലേ? ഹാപ്പി ആയില്ലേ? നല്ല മാർക്സ് ആണ് മോളു. അപ്പൊ നമുക്ക് നമ്മുടെ ഡാൻസേഴ്സിന് ഒരു വലിയ താങ്ക് യു പറയണ്ടേ? നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് വലിയ താങ്ക് യു ഡാൻസേഴ്സ് അല്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. യെസ്, ഓക്കെ. ഇതേ എനർജി ആയിട്ട് ഞാൻ അടുത്ത പെർഫോമൻസ് ഒരു വലിയ എന്താ പറയാ പ്രണാമം എന്ന് പറഞ്ഞ പെർഫോമൻസ് കഴിഞ്ഞ് നമ്മൾ ആദ്യം നമുക്ക് ടോപ്പ് സ്കോർ നോക്കാം. നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത് 16 സ്കൂളുകളിൽ നിന്നും വന്ന സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സിലെ കുറെ കുട്ടികളുണ്ട്. എല്ലാവർക്കും ഹലോ ഹൈ എന്തൊരു മാച്ചാ രണ്ടുപേരും. അശ്വ നമുക്ക് ഇനി മാർക്ക് അറിയാം. അപ്പൊ വേഗം പോയി ജഡ്ജസിന് പ്രൈസ് വാങ്ങിട്ട് വരൂ. ഈ പാട്ട് എനിക്ക് നല്ലോണം അറിയാം. കാരണം ഞാനൊരു ഒരു വർഷം ഞാൻ പാടിയിട്ടുണ്ട്. ദാസേട്ടന്റെ കേട്ടാണ് പാടിയത്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. കുറേ അധികം പാട്ടും ഡാൻസുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് മാത്രമല്ല കുറച്ച് തല്ലും നമ്മുടെ ഫൈറ്റുമായി നമുക്ക് കാണാം. So till then keep watching Superstar Junior. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum. ശബ്ദം നമ്മളവിടെ പാടുമ്പോ കാറ്റ് പറക്ക. അപ്പൊ ഈ അങ്ങനത്തെ ഒരു സോങ് സെലക്ട് ചെയ്തോട് പാടാൻ കാണിച്ച ഒരു ഗട്ട്സ് ആണ് ശരിക്കും അല്ലേ? അതെ, ആക്ച്വലി ക്രിസ്റ്റിക്ക് ഒരു ഗുണമുണ്ട്. ക്രിസ്റ്റിയുടെ വോയിസ് നല്ലൊരു വോയിസ് ആണ്. ഈ വോയിസിലും നല്ലൊരു ബേസ് ഒക്കെ ഉള്ളൊരു വോയിസ് ആണ്. അത് സോങ് സെലക്ഷൻ നല്ലതായിരുന്നു. പക്ഷേ ക്രിസ്റ്റി പേടിച്ചു. എന്തിനാ ഇത്രയും പേടിക്കണേന്നറിയില്ല. ഇപ്പം എത്ര പാട്ടാണ് ഇവിടെ പാടുന്നു. ക്രിസ്റ്റിക്ക് പാടാൻ പറ്റുമെന്ന് എനിക്കറിയാം. ക്രിസ്റ്റിക്ക് ഈ പാട്ട് ഇതിലും നല്ലോണം. പല്ലവി നല്ലതായിരുന്നു. പല്ലവി പേടിച്ചെങ്കിലും തുപ്പലും മിഴുങ്ങിയൊക്കെ പാടിയെങ്കിലും പാടി ഫലിപ്പിച്ചു. ചരണത്തിൽ കുറേ ആ കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെ അതൊക്കെ ഇത്രയും ഒരു എന്താ പറഞ്ഞേ, ഓരത്ത് അതൊക്കെ ഇത്രയും ഭയങ്കര ഒരു ഗമകം പോലെയൊക്കെ വന്നു. ഞാൻ പതുക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ ഇരിക്കണു. ചേട്ടൻ അതിന് സ്ട്രെസ് മുഴുവൻ പാവം ഇയാൾ. പക്ഷേ ഒരു കാര്യം ക്രിസ്റ്റി എന്താണ് പറഞ്ഞത്, പാടിയത് യു വർ എൻജോയ് ഡെഫിനറ്റ്ലി. അത് പേടിയുണ്ടെങ്കിൽ എൻജോയ് ഉണ്ടായിരുന്നു. പിന്നെ ആ സൈഡിലേക്ക് നോക്കിയാണ് പാടിയത്. ഞങ്ങൾക്ക് വേണ്ടിയല്ല പാടിയത്, അവർക്ക് വേണ്ടിയാണ് പാടിയത്. ഈ ചേച്ചിമാരെ പുതുത് കണ്ടിട്ടാണോ അവർക്ക് വേണ്ടി പാടിയത്? ഞാൻ വിചാരിച്ചു ഞാൻ വരത്തുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ് അവർക്ക് വേണ്ടി പാടിയെന്ന്. ഇനിയും ബെറ്റർ ആക്കാം, 2 ചരണം ബെറ്റർ ആക്കാം. ആ ഒരു സംഗതി മാത്രം ഒന്നും കൂടെ പാടൂ. ഇപ്പം പേടിക്കണ്ടല്ലോ. അല്ലല്ല, ഇത്രയും ഇത് കൊടുക്കണ്ട മോനെ. ഈസി ആയിട്ട് പാടാവുന്നൊരു സംഗതി അത്
മോൻ മൈക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ വീട്ടിൽ? അത് തുടങ്ങണം. ഡെഫിനറ്റാണത്. കാരണം ഒരു കാര്യം ഇങ്ങനെ നമ്മൾ പാടുന്നത് മൈക്ക് പ്രാക്ടീസ് ഇല്ലാഞ്ഞിട്ടാണ്. കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ പാടുമ്പോൾ മോനെ ഇത് ക്ലീൻ ആയിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പാടാൻ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും പാടണേ. നമ്മൾ മൈക്കിൽ പാടുമ്പോൾ നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ വേറൊരു, എനിക്കിപ്പോഴും ഞാനത് പഠിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഈ മോണിറ്റേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ സ്പീക്കറിൽ വരുമ്പോൾ എനിക്ക് ഡിഫിക്കൽട്ടാണ് പാടാൻ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ ആൾക്കാർക്ക് അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറേ നാളെടുക്കും. അപ്പോൾ വീട്ടിൽ മൈക്ക് വെച്ച് സ്പീക്കറിൽ പ്രാക്ടീസ് ചെയ്യണത് ഭയങ്കര നല്ലതാണ്. ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ വരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, സ്റ്റേജിൽ പാടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ കേട്ടോ, അത് അച്ഛൻ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതിലും നല്ലോണം പാടണം. പക്ഷെ മോശമെന്ന് ഒരിക്കലും പറയില്ല, കാരണം ക്രിസ്റ്റി നല്ല സിംഗർ. അപ്പോൾ നമുക്ക് സ്റ്റീഫൻ ചേട്ടൻ. ഹായ് ക്രിസ്റ്റി. എനിക്കും ഈ പാട്ട് ദാസേട്ടൻ്റെ ശബ്ദം വരുമ്പോഴാണ് എനിക്ക് ഈ പാട്ടിനോട്, ഞാനും ഈ രവീന്ദ്രൻ മാസ്റ്റർ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതൊരു ഇഷ്ടം എന്നുള്ള ഇതല്ല, എനിക്കൊരു ദാസേട്ടൻ പാടി വെച്ചുള്ള, ഞാൻ സ്റ്റേജിൽ വായിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ പാട്ട് കുറേ കേട്ടിട്ടുള്ളതുണ്ട്. ക്രിസ്റ്റി പാടിയത് ഭയങ്കര മെക്കാനിക്കലായി പാടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനും കുറേ ഫീലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ഈ പാട്ട് നന്നായിട്ട് പാടും. ആ പാട്ടിൻ്റെ അതേ ഫീല് കുറച്ചും കൂടെ ഇമോഷണൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആ വടി ഉമാരി പാടിയ ഫീലിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് മാറി നിൽക്കാൻ പറ്റും കേട്ടോ. അല്ലാത്ത പക്ഷം ടാലൻറ്റിൽ യു ആർ എ വെരി ടാലൻറ്റഡ് ബോയ്. പിന്നെ നേരത്തെ ചേച്ചി പറയണതിൻ്റെ ഫോളോ അപ്പാണ്, നിൻ്റെ വോയിസിന് നല്ലൊരു കനം വയ്ക്കും നിൻ്റെ ഒരു പ്രായം എത്തുമ്പോൾ. അതായത് നീ ഒരു 16-17 വയസ്സെത്തുമ്പോൾ നിൻ്റെ വോയിസിന് നല്ലൊരു ബ്രോഡ്, നല്ലൊരു വെയിറ്റുള്ളൊരു വോയിസായി മാറും. അപ്പം കീപ് സിംഗിങ്, നല്ല പാട്ടുകൾ കൊണ്ടുവരിക, ടെൻഷൻ അടിക്കണ്ട. നീ മൈക്ക് വെച്ച് അവസാനം നീ എവിടെ നിന്നെന്നറിയോ? നീ നിൻ്റെ ഫസ്റ്റ് ചരണം കഴിഞ്ഞപ്പോൾ നീ അവിടെ നോക്കണം. നീ ഇങ്ങനെ നിന്ന ആൾ ഇങ്ങനെയായി. പിന്നെ ഞാൻ ചേച്ചിയെടുത്തും പറഞ്ഞു, മിക്കവാറും രണ്ടാമത്തെ ചരണം കഴിയുമ്പോൾ അവൻ ഇങ്ങനെയാവുന്ന അങ്ങനെ നിന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഞങ്ങൾ പേടിച്ചിട്ടാണോ? വിജയൻ ചേട്ടനെ പേടിയാണോ? പേടിയില്ലേ? ഇവിടെ ജഡ്ജസ് ഉള്ള പോലെ അവിടെയുണ്ട് 3 ജഡ്ജസ്. അവിടെ അമ്മ, ബ്രദർ. കോറസ് പറയാൻ വേണ്ടിയിട്ടാണോ? കോറസ് ആകെ 2 സ്ഥലത്തേ ഉള്ളൂ. അത് പക്ഷേ അപ്പോൾ കോറസ് ഇപ്പം അവിടെ ആയിരുന്നെങ്കിൽ അവൻ അങ്ങോട്ട് തിരിയോ? അതൊന്നും ടെൻഷൻ അടിക്കണ്ട, ആൾ പാടിക്കോളും. ഇനി ബെല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ പൗലോസേട്ടൻ വന്ന് ഇവിടെ ഡാൻസ് കളിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ക്രിസ്റ്റി. നല്ല പാട്ടെടുത്ത് നമ്മളെ ഒന്ന് പേടിപ്പിക്കേ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. കൂടുതൽ അത്രേ ഉള്ളൂ. ഐ തിങ്ക് ആ പേടി ഒന്ന് മാറ്റിയാൽ, വെറുതെ ടെൻഷൻ അടിച്ച് വെറുതെ ആ കൂടുതലൊരു സംഗതിക്ക് വരും എന്താ പറയലായിരുന്നു. അത് വേണ്ട. കുറച്ച് സിമ്പിളാണത്. നമ്മൾ ഈ അത്രയായിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. അത് എന്നുവെച്ചാൽ ഒരു മെലോ, വളരെ ഒരു ഇമോഷണൽ സോങ് ആണിത്. അപ്പോൾ അത് രവീന്ദ്രമാഷ സംഗതി അതിലുണ്ടെങ്കിലും അത് വളരെ സോഫ്റ്റായിട്ടാണ് അത് പാടിയിരിക്കുന്നത്, അല്ലേ? കേട്ടല്ലേ? അപ്പോൾ അതിൽ എന്താ അത് സോഫ്റ്റ് ആക്കണം. അങ്ങനെയും പാടാം, പക്ഷെ അങ്ങനെ പാടിയാൽ ഈ ഒരുമാതിരി ക്ലാസിക്കൽ സോങ് പാടുന്ന പോലെ ഇരിക്കും. ആ സംഗതിയൊക്കെ ഉണ്ട് അത്, പക്ഷെ ഒതുക്കണം അത് കുറച്ച്. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു സോങ് അല്ല പടം കണ്ടിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. വിജയുടെ കൈ പൊക്കിയിരിക്കുകയാണ്. നല്ലൊരു മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ചേട്ടാ. സുജാത ചേച്ചിയാണോ? ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. 8.5. So 24.5. ഹാപ്പിയാണോ? ഹാപ്പി. ഓക്കെ, അപ്പൊ അടുത്ത പെർഫോമൻസിന് വരുമ്പോൾ നമ്മൾ ഇതിനും സ്കോർ ചെയ്ത്, അതെ, ടെൻഷൻ ഒന്നും ഇല്ലാതെ ഈ കമന്റ്സ് ഒക്കെ ആലോചിച്ച് വെച്ച് നന്നായി പ്രിപ്പയർ ചെയ്ത് വരാം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. നല്ല ലൈവ്ലി ആയിരുന്നു, നല്ല ബബ്ലി ആയിരുന്നു. പാട്ടിനനുസരിച്ച് തന്നെ
അങ്ങനെ എൻ്റെ ആ ഉള്ള ഒരു പോസ് ഒക്കെ ഭയങ്കരമായിരുന്നു. അതിനെ ഒറ്റക്കിട്ടതാണ്. ഒറ്റക്കിട്ടതാ. ശ്ശോ. ചിട്ടിയ കലയ്യാവേ ഓ ബേബി മേരി ചിട്ടിയ കലയ്യാവേ ചിട്ടിയ കലയ്യാവേ ഓ ബേബി മേരി വൈറ്റ് കലയ്യാവേ. ഏതായാലും കറക്റ്റ് ചോയ്സ് ഓഫ് സോങ് ഫോർ യുവർ വോയിസ്. മോളൊരു പ്രത്യേക ടോണുള്ള വോയിസാണ്. ക്രിസ്റ്റിയുടെയും ഋത്തികയുടെയും നല്ലൊരു പെർഫോമൻസിന് ശേഷം ഇന്നത്തെ നമ്മുടെ തേർഡ് കണ്ടസ്റ്റന്റിനെ വിളിക്കാം. ഹെന്നിസ. ഹെന്നിസ, നമ്മുടെ ക്യൂട്ടായ ഹെന്നിസ ഓടി വരൂ. ഹേ ഹെന്നിസ, ഫുള്ളി പിങ്ക് കളറിലാണല്ലോ. പിങ്ക് മാല, പിങ്ക് കമ്പൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബൂട്ട്സ് ആട്ടോ. ഒരു രക്ഷയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാരാ മേടിച്ചെന്നാരാ? ഫന്റെ സെലക്ഷൻ ആണോ? എന്റെ സെലക്ഷനാ. ഉപ്പയുടെ സെലക്ഷൻ എന്തായാലും അടിപൊളിയായിട്ടോ. അതെ, അടിപൊളിയായിട്ടുണ്ടോ. നമുക്ക് റൗണ്ട് സെലക്ട് ചെയ്യാം. റൗണ്ട്സ് ഏത് റൗണ്ടാ മോളെ സെലക്ട് ചെയ്യുന്നത്? സെൽഫ് മിറർ. സെൽഫ് മീ. ഓക്കേ, സെൽഫ് മീ. സെൽഫ് മീയിൽ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? റോ എന്ന സിനിമയിലെ ചിട്ടിയ കലയ്യാവേ. ആഹാ. ഓഹോ, അപ്പൊ ഒരു അടിപൊളി പാട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡാൻസ് ഒക്കെ ഉണ്ടോ? ഓ ഓ, ഡാൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചോദ്യമാണ്? ശരിയാ, പാട്ട് കേൾക്കുമ്പോ തന്നെ അറിയണല്ലോ അല്ലേ? ഓക്കെ. ഓ, അപ്പൊ നമുക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട അല്ലേ? നമുക്ക് തുടങ്ങാം. റെഡി? ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. चुमके मैं कन्ना विच पावे चुम चुमके तुले आट मैंने गोल्डन चुमके मैं कन्ना विच पावे चुम चुमके तुले आट मैंने गोल्डन चुमके मैं कन्ना विच पावे चुम चुमके मन जावे मन शॉपिंग करा दे मन जावे रोमांटिक पिक्चर दिखा दे रिक्वेस्ट भैयावे चिट्टिया कलैयावे ओ बेबी मेरी चिट्टिया कलैयावे चिट्टिया कलैयावे ओ बेबी मेरी वाइट कलैयावे चिट्टिया कलैयावे ओ बेबी मेरी तेरे हिस्से आईयावे चिट्टिया कलैयावे ओ बेबी मेरी चिट्टिया कलैयावे मन जावे मन शॉपिंग करा दे मन जावे रोमांटिक पिक्चर दिखा दे रिक्वेस्ट भैयावे चिट्टिया कलैयावे ओ बेबी मेरी चिट्टिया कलैयावे चिट्टिया कलैयावे ओ बेबी मेरी वाइट कलैयावे चिट्टिया कलैयावे ओ बेबी मेरी चिट्टी से आईयावे चिट्टिया कलैयावे ओ बेबी मेरी चिट्टिया कलैयावे You're my darling angel, baby. White Kalaya drives me crazy. Shiny eyes, glitter, glitter, glittery. You're the light that makes me go hazy. You're my darling angel, baby. White Kalaya drives me crazy. Shiny eyes, glitter, glitter, glittery. You're the light that makes me go hazy. होने नो चढ़िया है रंग रंग में कामा दे संग संग आज उड़ती फिरा मैं सारी रात उड़ती फिरा हो बडले जिंगड़ी दे रंग डंग मेरी नींदे भी तंग तंग आज उड़ती फिरा मैं सारी रात उड़ती फिरा मन जावे गुलाबी चुन्नी दवा दे मन जावे कलरफुल चूड़ी पवा दे रिक्वेस्ट भैयावे चिट्टिया कलैयावे ओ बेबी मेरी चिट्टिया कलैयावे चिट्टिया कलैयावे ओ बेबी मेरी वाइट कलैयावे
चिट्टिया कलाई आवे ओ बेबी मेरी चिट्टिया कलाई आवे चिट्टिया कलाई आवे ओ बेबी मेरी वाइट कलाई आवे चिट्टिया कलाई आवे ओ बेबी मेरी तेरे ही सिलाई आवे चिट्टिया कलाई आवे ओ बेबी मेरी चिट्टिया कलाई आवे എന്തായിരുന്നു പെർഫോമൻസ്? ചെയ്തു കുറെ ആഡിങ്സ് ഉണ്ടായിരുന്നോ സ്വന്തമായിട്ട്? ഏയ് ഇല്ല, ആ ഒറിജിനൽ സോങ് എങ്ങനെയാണോ അങ്ങനെ തന്നെ എല്ലാം പാടിയാണ്. പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്. ഓക്കെ 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 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഓക്കെ, മാർക്സ് വേണോ? എന്തായാലും ഹെനിസ കലക്കി. നൈസ്, വെരി നൈസ് എനർജി ആൻഡ് റിയലി ഐ തിങ്ക് ആ സോങ് റിയലി സൂട്ടഡ് യു അല്ലേ? നല്ലൊരു സെലക്ഷൻ ആയിരുന്നു ഫോർ യുവർ കോസ്റ്റ്യൂം. ഓൾസോ സൂട്ട്സ് യു വെരി നൈസ്. പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ഭംഗി. ഭയങ്കര രസമാണ് കോസ്റ്റ്യൂം. നന്നായി, അത് നന്നായി. പാട്ടും നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ല ലൈവ്ലി ആയിരുന്നു, നല്ല ബബ്ലി ആയിരുന്നു പാട്ടിനനുസരിച്ച് തന്നെ. ആൻഡ് എൻ്റെ ആ ഉള്ള ഒരു പോസ് ഒക്കെ ഭയങ്കരമായിരുന്നു. കൊള്ളാം. അയ്യോ എന്തായാലും കൊള്ളാം കേട്ടാ. ഇനി ഒറ്റയ്ക്കൊന്നും ഇടരുത് എങ്ങനെ കേട്ടാ. അപ്പൊ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വെരി നൈസ്, വെരി നൈസ്. എത്ര വേണം? എനിക്കറിഞ്ഞൂടാ, സാറിന്റെ ഇഷ്ടം. സാറോ? ഞാനല്ല നിന്റെ പാട്ട് മാസ്റ്റർ. പറ, നിനക്ക് എത്ര വേണമെന്ന് പറ, വേഗം പറ. ക്വിക്ക്. 5 4 3 2. എങ്ങനെ? മതിയാ? 8 മതിയാ? ശേ, ഞാൻ അതിനെക്കാട്ടിലും കുറച്ചുകൂടി കുറവായിട്ട് തരാനിരിക്കുന്നു. അല്ല, കാര്യം നമുക്ക് വിജയ് ചേട്ടാ, നമുക്കൊരു 0.5 എങ്കിലും നമുക്ക് ഈ കോസ്റ്റ്യൂംസിന് കൊടുക്കണം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് 7.5 ആയിരുന്നു. അപ്പൊ ഇവിടെ ചോദിച്ചത് 8. 8.5. വിജയ് ചേട്ടനോട് ചോദിച്ചപ്പോ കറക്റ്റ് ആയിട്ട് മാർക്ക്. അപ്പൊ സുധാജിയോട് ചോദിക്കുമ്പോൾ ഫുള്ള് തരാൻ പറഞ്ഞു. ചോദിച്ചൂടെ? അത് വേണ്ട. ഓക്കെ, അപ്പൊ സുധാജി ചോദിച്ചോ. സുധാജി ചേച്ചി പറയൂ. ഞാൻ എത്രയും തരണേ? പറ മോള്, പറ. സുന്ദരി പെണ്ണ് പറ. പക്ഷെ എന്തായാലും മോള് ഒരു കാര്യത്തിൽ ഡീസന്റ് ആണ്. 10 വേണമെന്നൊന്നും പറയുന്നില്ല. ഈ 8 മതി. അതിന്റെ ഇടയിൽ 8 പറയുള്ളൂ. 8 അല്ലെങ്കിൽ 8.5. 9 പറഞ്ഞു. 9 പറഞ്ഞു. 9 പറഞ്ഞില്ലേ? ഓക്കെ, മേ ബി കൊച്ചല്ലേ, അവളുടെ ആഗ്രഹം. ഹെനിസ ഉഗ്രനായിട്ട് ഈ പാട്ട് പാടി. ഇത് ആരാ ഒറിജിനൽ പാടിയേക്കണേ? കനിക കപൂർ. ഞാൻ പറയാൻ വേണ്ടി വരുമായിരുന്നു, ഇപ്പോഴത്തെ ബോളിവുഡിലെ മോസ്റ്റ് സെൻസേഷണൽ സിംഗർ, പഞ്ചാബി സിംഗറാണ്. പാടിയ ഒരു 10-12 പാട്ട് സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. വൺ ഓഫ് ദ മോസ്റ്റ് സോർട്ടഡ് സക്സസ്ഫുൾ സിംഗർ ഫ്രം ബോളിവുഡ്. അതായത് ഇങ്ങനത്തെ ഈ ഹിപ്പ് ഹോപ്പ് ഇതും അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ബാദ്ഷാ അല്ലെങ്കിൽ യോയോ ഹണി സിംഗ് ആയിരുന്നു ഇടയ്ക്ക് വരിക. ബാദ്ഷാ അങ്ങനെയുള്ള റാപ്പ് മിക്സ് ചെയ്ത് ബോളിവുഡിൽ ഭയങ്കര സെൻസേഷനായി ഇങ്ങനത്തെ പാട്ടുകൾ. ഈ സോങ് അത് ഞാൻ എൻ്റെ കമൻസ് പറയുമ്പോൾ റേഡിയോ മുംബൈ റേഡിയോയിൽ ഏത് റേഡിയോ വെച്ചാലും ഈ സോങ് കേൾക്കുമ്പോൾ പെട്ടെന്ന് അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നത്. സോ ഈ സിനിമയിലും അങ്ങനെ തന്നെ, റോയ് സിനിമയിൽ കംപ്ലീറ്റ് സോങ്സ് വാസ് ലൈക്ക് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. സോ കനിക കപൂർ ലൈക്ക് ഭയങ്കര പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ പാടുന്ന പാട്ട് മുഴുവൻ സൂപ്പർ ഹിറ്റ്. ഏതായാലും കറക്റ്റ് ചോയ്സ് ഓഫ് സോങ് ഫോർ യുവർ വോയിസ്. മോളുടെ ഒരു പ്രത്യേക ടോണുള്ള വോയിസാണ്. പാട്ടിന് വേണ്ടി മോളുടെ വോയിസ് എടുത്തിട്ട് ആ പാട്ട് എങ്ങനെ ഇരിക്കും അതുപോലെ ഇരുന്നു, ഒറിജിനൽ കേൾക്കണ പോലെ ഇരിക്കും. അപ്പോ സ്റ്റീവൻ ചേട്ടാ, നമുക്ക് എന്ത് വേണം ആദ്യം? എന്ത് വേണം ആദ്യം? കമന്റ്സ് വേണോ, മാർക്ക് വേണോ? എന്ത് മാർക്ക് മതി? ഇതൊന്ന് പറഞ്ഞേ. എത്ര മാർക്സ് വേണം? സ്റ്റീവൻ ചേട്ടൻ എത്ര മാർക്ക്? നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇനിയെങ്കിലും ചാൻസ് കളയണ്ട. അങ്ങനെ പറയാൻ ഒരു നമ്പർ പറ. വേഗം പറ സ്റ്റീഫൻ ചേട്ടാ, റെഡി ആയിട്ട് ഇരിക്കുകയാണ്. മാർക്ക് തരാൻ. നല്ല മാർക്ക് തരുമെന്ന് എനിക്ക് അറിയാവുന്നതാണ്. ഇത് പറഞ്ഞു തോന്നുന്നു. ഏത് നീ പറഞ്ഞാ 9 പറയുള്ളൂ അല്ലേ? കൊള്ളാലോ നീ. എന്ത് ധിക്കാരം നീ പറഞ്ഞതിന്റെ അടുത്ത്. ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ, കണ്ടില്ലേ അവളൊക്കെ ചോദിക്കാനില്ല. അപ്പൊ 10 ഒരു 10 ചോദിച്ചു പറഞ്ഞോട്ട് മാത്രല്ല, ഞാൻ ഓൾറെഡി ആ പാട്ട് കേട്ടപ്പോ വിചാരിച്ചു എനിക്ക്
എനിക്കിഷ്ടമായി. നീ നിസയ്ക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റൈൽ ഓഫ് സോങ് കൊണ്ടുവന്ന് പാടി, അതിനാണ് മാർക്ക് കേട്ടോ. നിനക്കിപ്പോൾ ഇവിടെ വന്ന് ഭയങ്കര ഒരു ക്ലാസിക്കൽ സോങ് വന്ന് നമ്മളെ അടിച്ചിട്ട് വീഴ്ത്താൻ പറ്റില്ല. കാരണം എല്ലാവർക്കും അവരുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, മനസ്സിലായില്ലേ? അത് നീ കണ്ടറിഞ്ഞ് അങ്ങനത്തെ ഒരു സോങ് കൊടുന്നു. നല്ല അറ്റയർ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. പിന്നെ പാടാൻ മാക്സിമം നീ അതിൻ്റെ ജസ്റ്റിസ് ചെയ്തു. അതിൽ റാപ്പ് ഇടയ്ക്ക് പാടി. കാരണം റാപ്പ് പാടിയത് വേറൊരാളാണ്, അതൊരു അടിപൊളി റാപ്പറാണ്. ബോംബെയിലെ ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്ന റാപ്പറാണ് പാടി. അതൊക്കെ നീ പാടി. എല്ലാതും 2-3 വാക്കൊക്കെ നീ പോയി. അതൊക്കെ ലൈവ് സംഭവിക്കും. പിന്നെ നീ ഇങ്ങനത്തെ പ്രോഗ്രാം ചെയ്തിട്ടുമില്ല, അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസും ഇല്ല. ആദ്യമായിട്ട് ഇങ്ങനെ വന്ന് സ്റ്റേജിൽ ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ അതെല്ലാവർക്കും അങ്ങനെ ഒരു പേടിയും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷെ അതിനൊക്കെ പിടിച്ചു നിർത്തി നീ മാക്സിമം നീ ട്രൈ ചെയ്തു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആ എക്സ്ട്രാ മാർക്ക് നിനക്ക് കിട്ടാം. ഓക്കെ, സോ ഇങ്ങനെ നീ നന്നായിട്ട് പാടുക, ഇൻസ്പയർ എവ്രി വൺ. വീട്ടുകാരൊക്കെ ഇഷ്ടമാണോ? നിന്നെ കണ്ടിട്ട് എന്താ പറഞ്ഞത്? കണ്ടിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞു. നല്ലതാണെന്ന് പറഞ്ഞോ? ഫ്രണ്ട്സ് കണ്ടിട്ട് എന്താ പറഞ്ഞത്? ഫ്രണ്ട്സ് ഒക്കെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത് സ്കൂളിൽ പോയപ്പോൾ? അതൊക്കെ നന്നായിന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നതിന് മുമ്പ് അവരും ഇങ്ങോട്ട് കയറി പറഞ്ഞു. അത് മനസ്സിലായില്ലേ സ്റ്റീഫൻ ചേട്ടാ, എന്ത് ചോദ്യമാണിത്? ഞാനൊക്കെ അങ്ങ് പറയുന്നതിന് മുമ്പേ ഇങ്ങോട്ട് പറഞ്ഞു. ഫാൻസ് ആയോ? അയ്യോ അതൊന്നുമില്ല. അല്ല, ഫാൻസ് എന്ന് പറഞ്ഞോണ്ട് നീ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു വന്ന് മോളെ നന്നായിന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നിസ നന്നായിന്ന് പറഞ്ഞോ? അതാണ്, അതിനാണ് ഫാൻസ് എന്ന് പറയാ കേട്ടോ. അത് മനസ്സിലായി. പക്ഷെ നന്നായി എന്ന് പറയുമ്പോ ഇഷ്ടപ്പെടുന്നില്ലേ? ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെന്താ? എവിടുന്നോ ഒരു ഇത് വരും. ഒരു ഇത് വരൂ അല്ലേ? അത് ഇത് വലിയതായിട്ട് തലയിൽ കേട്ടിട്ടുണ്ട്. ആ ഇത് കളഞ്ഞേക്ക് കേട്ടാ. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ 26 on 30 അല്ലേ? ഹാപ്പി ആയില്ലേ? നല്ല മാർക്സ് ആണ് മോളു. അപ്പൊ നമുക്ക് നമ്മുടെ ഡാൻസേഴ്സിന് ഒരു വലിയ താങ്ക് യു പറയണ്ടേ? നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് ഒരു വലിയ താങ്ക് യു ഫോർ ദി ഡാൻസേഴ്സ് അല്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. യെസ്, ഇതേ എനർജി ആയിട്ട് ഞാൻ അടുത്ത പെർഫോമൻസിൽ വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ നല്ല 3 കിഡിലൻ പെർഫോമൻസ് കഴിഞ്ഞ് നമ്മൾ വി ആർ കമ്മിങ് ടു ദി എൻഡ് ഓഫ് ദി സെഗ്മെന്റ്. സോ നമുക്ക് ടോപ്പ് സ്കോർ ആരാന്ന് നോക്കാം. ടോപ്പ് സ്കോറർ മറ്റാരുമല്ല, ഋത്തിക വിത്ത് 27 മാർക്സ്. ഋത്തിക, ആഹാ, ഐ എന്തൊരു മാച്ചാ രണ്ടുപേരും. അതെ, അശോ. അപ്പൊ ഋത്തിക വേഗം പോയി ജഡ്ജസിന് പ്രൈസ് വാങ്ങിട്ട് വരൂ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അതെ, കുറെ അധികം പാട്ടും ഡാൻസുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് മാത്രമല്ല കുറച്ച് തല്ലും നമ്മുടെ ഫൈറ്റുമായി നമുക്ക് കാണാം. സോ ടിൽ ദെൻ കീപ് വാച്ചിങ് സൂപ്പർ സ്റ്റാർ ജൂനിയർ. യെസ്. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.